1 ദിനവൃത്താന്തം അധ്യായം 24. പുരോഹിത ഗണങ്ങൾ. അഹറോൻ കുടുംബത്തിന്റെ ശാഖകൾ ഇവയാണ്. അഹറോന്റെ പുത്രന്മാർ: നാദാബ്, അബീഹു, എലയാസർ, ഇത്താമർ. നാദാബും അബീഹുവും പിതാവിനു മുൻപേ മരിച്ചു. അവർക്ക് മക്കളില്ലായിരുന്നു. അതുകൊണ്ട് എലയാസറും ഇത്താമറും പുരോഹിതന്മാരായി. അഹറോന്റെ സന്തതികളെ ദാവീദ് ശുശ്രൂഷയുടെ ക്രമമനുസരിച്ച് എലയാസർ കുടുംബത്തിന്റെ തലവനായ സാദോക്കിന്റെയും ഇത്താമർ കുടുംബത്തിന്റെ തലവനായ അഹിമെലെക്കിന്റെയും സഹായത്തോടെ ഗണം തിരിച്ചു. ഇത്താമർ കുടുംബത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ നായകന്മാർ എലയാസർ കുടുംബത്തിൽ ഉണ്ടായിരുന്നതിനാൽ എലയാസറിന്റെ പിൻഗാമികളെ 16 ഗണങ്ങളായും ഇത്താമറിന്റെ പിൻഗാമികളെ 8 ഗണങ്ങളായും തിരിച്ചു. ഇരുവിഭാഗത്തിലും ദേവാലയ ശുശ്രൂഷകന്മാരും ആധ്യാത്മിക നേതാക്കന്മാരും ഉണ്ടായിരുന്നതുകൊണ്ട് കുറിയിട്ടാണ് അവരെ തിരഞ്ഞെടുത്തത്. രാജാവ്, പ്രഭുക്കന്മാർ, പുരോഹിതനായ സാദോക്ക്, അബിയാതറിന്റെ മകൻ അഹിമെലെക്ക്, പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പിതൃകുല തലവന്മാർ എന്നിവരുടെ മുൻപാകെ ലേവ്യനായ നെഥാനേലിന്റെ പുത്രനും നടപടി എഴുത്തുകാരനുമായ ശെമായ എലയാസറിന്റെയും ഇത്താമറിന്റെയും കുലങ്ങൾക്ക് വീണ കുറികൾ രേഖപ്പെടുത്തി. നറുക്കു വീണതനുസരിച്ച് ഒന്നാമൻ ഹോയാറബ്, രണ്ടാമൻ യദായ, മൂന്നാമൻ ഹാരിം, നാലാമൻ സെവോരിം, അഞ്ചാമൻ മൽക്കിയ, ആറാമൻ മിയാമിൻ, ഏഴാമൻ ഹാക്കോസ്, എട്ടാമൻ അബിയ, ഒൻപതാമൻ യശുവ, പത്താമൻ ഷെക്കനിയ, 11-ാമൻ എലിയാഷീബ്, 12-ാമൻ യാക്കിം, 13-ാമൻ ഹുപ്പ, 14-ാമൻ യശബെയാബ്, 15-ാമൻ ബിൽഗ, 16-ാമൻ ഇമ്മർ, 17-ാമൻ ഹെസിർ, 18-ാമൻ ഹപ്പിസെസ്, 19-ാമൻ പെത്താഹിയ, 20-ാമൻ യഹെസ്കേൽ, 21-ാമൻ യാക്കിൻ, 22-ാമൻ ഗാമുൽ, 23-ാമൻ ദലായ, 24-ാമൻ മാസിയ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അവരുടെ പിതാവായ അഹറോൻ നിശ്ചയിച്ച ക്രമമനുസരിച്ച് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ അവർ വരേണ്ടിയിരുന്നു. ലേവിയുടെ മറ്റു പുത്രന്മാർ: അമ്രാമിന്റെ മക്കളിൽ ശുബായിൽ, അവന്റെ മക്കളിൽ യഹ്ദേയ, റഹാബിയായുടെ മക്കളിൽ പ്രമുഖനായ ഇഷിമ, ഇസ്ഹാര്യരിൽ ഷെലോയാത്ത്, അവന്റെ മക്കളിൽ യാഹിദ്. ഹെബ്രോണിന്റെ പുത്രന്മാർ പ്രായക്രമത്തിൽ യറിയ, അമരിയാം, യഹസിയേൽ, യക്കാമെയാം. ഉസിയേലിന്റെ പുത്രന്മാർ മിഖ, അവന്റെ മക്കളിൽ ഷമീർ, മിഖായുടെ സഹോദരൻ ഇഷിയ, അവന്റെ മക്കളിൽ സക്കറിയ. മെറാറിയുടെ പുത്രന്മാർ മഹ്ലി, മൂഷി, യാസിയ. മെറാറിയുടെ പുത്രനായ യാസിയായുടെ പുത്രന്മാർ ഷോഹാം, സക്കൂർ, ഇബ്രി. മഹ്ലിയുടെ പുത്രൻ എലയാസർ, അവന് മക്കളില്ലായിരുന്നു. കിഷിന്റെ പുത്രൻ യറഹ്മേൽ. മൂഷിയുടെ പുത്രന്മാർ മഹ്ലി, ഏദർ, യറിമോത്ത്. ലേവി പുത്രന്മാർ കുടുംബക്രമത്തിൽ ഇവരാണ്. കുടുംബത്തലവന്മാരായ ഇവരും ചാർച്ചക്കാരായ അഹറോന്റെ പുത്രന്മാരെ പോലെ ദാവീദ് രാജാവിന്റെയും സാദോക്കിന്റെയും അഹിമെലെക്കിന്റെ പുരോഹിത വംശത്തിലെ പിതൃഗോത്ര തലവന്മാരുടെയും ലേവ്യ വംശത്തിലെ ഗോത്രപിതാക്കന്മാരുടെയും മുൻപിൽ വലുപ്പ ചെറുപ്പ ഭേദമെന്നേ നറുക്കിട്ടു. അധ്യായം 25. ഗായക ഗണങ്ങൾ. ദാവീദും ദേവാലയ ശുശ്രൂഷകരിൽ പ്രമുഖരും കൂടെ ആസാഫ്, ഹേമാൻ, യദുതൂൻ എന്നിവരുടെ പുത്രന്മാരിൽ ചിലരെ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചു. ഇവർ കിന്നരം, വീണ, കൈത്താളം എന്നിവയുടെ അകമ്പടിയോടെ പ്രവചനം നടത്തേണ്ടിയിരുന്നു. ഇങ്ങനെ നിയുക്തരായവരും അവരുടെ കർത്തവ്യങ്ങളും: ആസാഫിന്റെ പുത്രന്മാരിൽ സക്കൂർ, ജോസഫ്, നെഥാനിയ, അഷാറല. പിതാവായ ആസാഫിന്റെ കീഴിൽ രാജനിർദ്ദേശമനുസരിച്ച് ഇവർ പ്രവചനം നടത്തി. ഗദാലിയ, സീരി, യശായ, ഷിമയി, ഹഷാബിയ, മത്തീത്തിയ എന്നീ 6 പേർ തങ്ങളുടെ പിതാവായ യദുതൂനിന്റെ കീഴിൽ കിന്നരം വായിച്ച് കർത്താവിന് കൃതജ്ഞതയും സ്തുതിയും അർപ്പിച്ച് പ്രവചിച്ചു. ഹേമാന്റെ പുത്രന്മാർ ബുക്കിയ, മഥാനിയ, ഉസിയേൽ, ഷെബുവേൽ, യറിമോത്ത്, ഹനാനിയ, ഹാനാനി, എലിയാത്ത, ഗിദാൽത്തി, റൊമാന്തിയേസർ, യോഷ് ബക്കാശ, മല്ലൂത്തി, ഹോത്തിർ, മഹസിയൂത്ത്. ഇവരെല്ലാം രാജാവിന്റെ ദീർഘദർശിയായ ഹേമാന്റെ പുത്രന്മാരാണ്. ഹേമാനെ ഉന്നതനാക്കുന്നതിന് തന്റെ വാഗ്ദാനമനുസരിച്ച് ദൈവം 14 പുത്രന്മാരെയും 3 പുത്രിമാരെയും അവനു നൽകി. ഇവർ കർത്താവിന്റെ ആലയത്തിൽ തങ്ങളുടെ പിതാവിന്റെ കീഴിൽ വീണയും കിന്നരവും കൈത്താളവും ഉപയോഗിച്ച് ശുശ്രൂഷ നടത്തി. ആസാഫ്, യദുതൂൻ, ഹേമാൻ എന്നിവർ രാജാവിൽ നിന്ന് നേരിട്ട് കൽപ്പന സ്വീകരിച്ചു. ഇവരും ചർച്ചക്കാരും വിദഗ്ധ ഗായകന്മാരാണ്.
കർത്താവിന് ഗാനമാലപിക്കാൻ പരിശീലനം നേടിയ ഇവരുടെ എണ്ണം 288. വലിപ്പ ചെറുപ്പമോ ഗുരുശിഷ്യ വ്യത്യാസമോ പരിഗണിക്കാതെ അവർ നറുക്കിട്ടു, തങ്ങളുടെ തവണ നിശ്ചയിച്ചു. ആദ്യത്തെ നറുക്ക് ആസാഫ് കുടുംബത്തിൽപ്പെട്ടവനായ ജോസഫിന് വീണു. രണ്ടാമത്തേത് ഗദാലിയായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. മൂന്നാമത്തേത് സക്കൂറിന്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. നാലാമത്തേത് ഇസ്രിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. അഞ്ചാമത്തേത് നെഥാനിയായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. ആറാമത്തേത് ബുക്കിയായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. ഏഴാമത്തേത് യഷാറെലായിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. എട്ടാമത്തേത് യഷായിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. ഒൻപതാമത്തേത് മത്താനിയായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. പത്താമത്തേത് ഷിമയിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 11ാമത് അസറേലിന്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 12ാമത് ഹഷാബിയായിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 13ാമത് ശബയേലിന്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 14ാമത്തേത് മത്തീത്തിയായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 15ാമത് എറേമോത്തിന്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 16ാമത്തേത് ഹനനിയായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 17ാമത് യോഷ്ബകാശായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 18ാമത് ഹനാനിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 19ാമത്തേത് മല്ലുത്തിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 20ാമത്തേത് എലിയാദായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 21ാമത്തേത് ഹോത്തിറിന്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 22ാമത്തേത് ഗിദാൽത്തിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 23ാമത്തേത് മഹസിയോത്തിന്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 24ാമത്തേത് റൊമാന്തിയേസറിന്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. ദൈവമായ കർത്താവിന് സ്തുതി.